ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാന്ന് പറഞ്ഞാൽ പ്രകാശൻ കിരണിനോട് പറയാണ്, നീ എഴുതി വെച്ചോ കിരണേ, ഇനി മുഴുവൻ നിൻ്റെ ജീവിതം ഇരുട്ടിലാവാൻ പോവുകയാണെന്ന്. അപ്പോൾ കല്യാണിയുടെ അമ്മ പറയാണ്, നിങ്ങളിവിടെ വന്നിട്ട് എൻ്റെ മോളെയും മരുമകനെയും ശപിക്കാനാണോ വന്നിട്ടുള്ളത്? എന്നാൽ നീ എന്നെ എന്തു ചെയ്യും? അപ്പോൾ കിരണ് പറയാണ്, നെഞ്ച് പണിമുടക്കിയിരിക്കുക. ഇനിയിപ്പം അതിലേക്ക് കൈ ചുരുട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ, താനിവിടെ തീരും. അതേടാ, നെഞ്ച് പണിമുടക്കി നിൽക്കുന്നത് കൊണ്ട് ഞാനിവിടെ കുഴഞ്ഞു വീണ് മരിക്കും. പക്ഷേ അങ്ങനെ മരിക്കാൻ നടക്കുന്നവന് ഒരാളെ കൊല്ലാൻ ഒരു പേടിയുമില്ല. അതുകൊണ്ട് നിൻ്റെ ഈ വിരട്ടൊന്നും തൽക്കാലം പ്രകാശനോട് വേണ്ട. പ്രകാശൻ്റെ അമ്മ പറയാണ് പിന്നെ, നീ വാടാ പ്രകാശ, നാണോ മാനോ ഇല്ലാത്ത ഇവരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്കെന്താ കാര്യം? അമ്മ പറയാണ് വീണ്ടും, എടാ, അന്തസ്സുള്ളവരോട് അന്തസ്സായിട്ട് സംസാരിക്കടാ. അതാടാ അന്തസ്. എടാ ചെറുക്കാ, ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന നിപ്പ് കണ്ട, കണ്ണെഴുതി പൊട്ടും തൊട്ട് ഒരുക്കത്തിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ അവൾക്ക് ഒരു കുറവേ ഉള്ളൂ, ഭർത്താവില്ലെന്നൊരു കുറവ്. അതുകൊണ്ട് നല്ലൊരാളെ അവൾക്ക് വേണ്ടി കണ്ടെത്തു നീ. എന്നിട്ട് അയാൾക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്ക്. കിരണിനോട് പറയാണ് പ്രകാശൻ്റെ അമ്മ. അപ്പോൾ കല്യാണിയുടെ അമ്മ പറയാണ്, അത് അമ്മ മോനെ കൊണ്ടങ്ങ് ചെയ്യിച്ചാൽ മതി. ഇയാൾക്ക് അതിനൊരു മടിയും കാണൂല. അതേടി, എനിക്കൊരു മടിയുമില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ആരാ ഭാര്യയായിട്ട് ഇപ്പം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്നത്? നിന്നെ ഞാൻ അന്നേ തഴഞ്ഞില്ലേ? എൻ്റെ മനസ്സിൽ നീയും നിൻ്റെ 2 പെൺമക്കളും എന്നേ മരിച്ചു കഴിഞ്ഞു. എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അവനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും ഞാൻ. സ്വസ്ഥമായിട്ട്, ഐശ്വര്യമായിട്ട്, സമാധാനമായിട്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോനും കൂടെ ജീവിക്കും. കാത്തിരുന്ന് കണ്ടോ നിങ്ങളെല്ലാവരും? ഞാൻ എപ്പോഴും പറയാറില്ലേ, രാജകുമാരനെ പോലെ എൻ്റെ മോനെ ഞാൻ വാഴിക്കും. അത് കണ്ടോ നീയൊക്കെ, നിൻ്റെയൊക്കെ മുന്നിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യും. അതും പറഞ്ഞ് അമ്മയും മകനും അവിടെ നിന്നും പോയി. വാ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയുടെ തോളിൽ കൈയിട്ടിട്ട് കൊണ്ടുപോയി. അപ്പോൾ കിരണിങ്ങെന്ന് പറയുകയാണ് കല്യാണിയോട്, എന്തോ കോൾ ഒത്തിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ സംസാരിച്ചത്. പിന്നെ കിരണിൻ്റെ അച്ഛൻ പറയാണ്, പ്രകാശന് ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ, അതിന് തക്ക ഭാഗ്യമൊന്നും അവനില്ലല്ലോ. ലോട്ടറി അടിക്കുന്നവർ ഭാഗ്യമുള്ളവരെന്ന് ആരാ പറഞ്ഞത്? ലോട്ടറി അടിച്ചവർ രക്ഷപ്പെട്ടിട്ടുള്ളത് വളരെ കുറവാ. കിരൺ പറഞ്ഞു, അത് ശരിയാ. അപ്പോൾ കല്യാണി പറയാണ്, എന്തായാലും എന്തോ കോളടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മോക്കെന്താ മനസ്സിലായത്? അവനന്ന് മുന്നിൽ വന്ന് നിന്ന് കെഞ്ചിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയെന്ന് ഒരു ചെറിയ തോതിൽ മോക്കുണ്ടായല്ലോ. ആ തോന്നൽ തെറ്റായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ അവൻ്റെ തനിഗുണം കാണിച്ചത് കണ്ടോ? ഇതാണ് അവൻ്റെ യഥാർത്ഥ മനസ്സ്. അങ്ങനെയുള്ളവനെ ജോലിക്ക് വെച്ച അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാശം ഉറപ്പായിരിക്കും. അവൻ ജീവനായി കരുതിയിരിക്കുന്ന അവൻ്റെ മകനിപ്പോൾ എവിടെയാ? ജയിലിൽ. മോനെ ജയിലിൽ പോയി കാണുന്ന അച്ഛനോട് മകന് തീരാത്ത ദേഷ്യവും പകയും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അവൻ നേരായ വഴിയിൽ ചിന്തിക്കും. സ്വന്തം മോനെ ജയിലിൽ അയച്ച മോളെ കൊല്ലാനായിരിക്കും അവൻ അടുത്തുകൂടിയിരിക്കുന്നത്. ഈ രണ്ടാമ്മ പറയാണ്, ഇനിയിപ്പം മോളുടെ അച്ഛന് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് അവൻ്റെ മോനെ ജയിലിലാക്കിയവരെ കൊല്ലാനും അവന് മടിയൊന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ ഒരു അച്ഛനില്ല എന്ന് മോള് പലപ്പോഴും പറയാറുണ്ട്. അത് വെറും പറച്ചിലാവരുത്. അവനെ പോലൊരച്ഛനെ ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് അവൻ്റെ കണ്ണീര് ഒരിക്കലും മോളെ നീ കണക്കിലെടുക്കരുത്. ഇവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇവളുടെ അമ്മ അയാളെയും അയാളുടെ അമ്മയും ഒക്കെ വെറുത്തു കഴിഞ്ഞു. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. വിക്രത്തെ പോലെ ഒരു മോൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ അവനെ വിഷം കൊടുത്തു കൊന്നേനെ. മക്കൾ സമൂഹത്തിന് ബാധ്യതയായാൽ അവരെ ജനിപ്പിച്ചവർ തന്നെ അവരെ കൊല്ലും. വിക്രമാദിത്യൻ പേരിടുമ്പോൾ പോലും കിരീടവും സിംഹാസനവും കയറുന്നു അവൻ്റെ മണ്ടയിൽ. എന്നിട്ടിപ്പോൾ എന്തായി? രാജകൊട്ടാരത്തിന് പകരം ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുക. ഇന്ന് പിന്നെ മോൻ്റെയും മോളുടെയും മുമ്പിൽ വന്ന് അഹങ്കരിച്ചില്ലേ പ്രകാശൻ? അവൻ പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വരും, എല്ലാം നഷ്ടപ്പെട്ടിട്ട്. അവൻ്റെ ജീവിതത്തിലിനി ഇരുട്ടല്ലാതെ വെളിച്ചം ഉണ്ടാകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവൻ ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി മോളെ സ്നേഹിച്ചു തുടങ്ങണം. മോളോട് ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അതിന് ജന്മം കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറയാണ്, മോളോടൊരു കാര്യം പറയാം. സോണി മോളുടെ ജീവിതം പാതി നിലച്ചതാ. അവിടെ നിന്ന് ആൽബിയ അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്.
അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരൻ്റെ തല തല്ലിപ്പൊളിച്ചവനാ ആ വിക്രം. ആ വിക്രത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പ്രകാശനെ മോള് സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ സ്നേഹിച്ചാൽ അത് സോണി മോളോടും ആൽബിയോടും ചെയ്യുന്ന ചതിയാ. ഇല്ലമ്മേ, ഇനി ഒരിക്കലും അവരെൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഒന്നിച്ചവരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ അമ്മയും അത് ചെയ്യില്ല. പിന്നെ ഒരു അറ്റാക്ക് വന്നപ്പോൾ സഹായിച്ചത് തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെയൊരു മാറ്റം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പിന്നെ കാണിക്കുന്നത് കാർത്തികയെയും കൊണ്ട് പ്രകാശൻ വണ്ടിയുമായിട്ട് പോകുന്നതാണ്. കാർത്തിക പറയാണ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ഡ്രൈവറാണ് എനിക്ക് കിട്ടിയത്. അതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹിയാണ് കൂടെ കിട്ടിയിരിക്കുന്നത്. മാഡം, ആരെയും ഞാൻ ജീവിതത്തിൽ ഇതുവരെ ധരിച്ചിട്ടില്ല. ഏത് ജോലി ഏൽപ്പിച്ചാലും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യും. പക്ഷേ ഇതെല്ലാം പറയുന്നതിൻ്റെ ഇടയിൽ കാർത്തിക പ്രകാശനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പഴയ കാലത്തെ ഓർമ്മ വന്നിട്ട്. നിങ്ങളെ ഡീറ്റെയിൽസ് ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ഭാര്യയെപ്പറ്റിയും മക്കളെപ്പറ്റിയൊന്നും. അതൊക്കെ ഒരു വലിയ കഥയാണ് മാഡം. സമയവും സന്ദർഭവും കിട്ടുമ്പോൾ ഞാൻ പറയാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എൻ്റെ അച്ഛൻ എൻ്റെ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പെൺമക്കളെ കുഞ്ഞുനാളിലെ തള്ളിക്കളയുന്നവൻ്റെ മുഖത്തെ സഹതാപം കണ്ടില്ലേ? അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം പെൺകുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛന്മാരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ് മാഡം. എനിക്കും ഉണ്ടായിരുന്നു 2 പെൺമക്കൾ. ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. പക്ഷേ അവരെ ഞാൻ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടന്നു. ഒരു നല്ല കാലം അവർക്ക് വന്നപ്പോൾ അവർ എന്നെ തഴഞ്ഞു. അതൊക്കെ ഒരു വലിയ കഥയാണ് സത്യത്തിൽ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛനെക്കുറിച്ചോ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ അല്ല. നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അവളുടെ അച്ഛനെ പോലെയോ? പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളെയും അച്ഛനെയും കണ്ടാൽ ട്വിൻസാണെന്നേ പറയൂ. അത്രയ്ക്ക് സാമ്യമുണ്ട് നിങ്ങൾ രണ്ടാളും തമ്മിൽ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. ദൈവത്തിൻ്റെ ഒരു കളി നോക്കണം മാഡം. 2 പെൺമക്കളും എന്നെ തള്ളിക്കളഞ്ഞു. അതിന് പകരം ഒരു മകളെ എനിക്ക് ദൈവം തന്നു. 2 പെൺമക്കളും നിങ്ങളെ തള്ളിക്കളഞ്ഞായിരുന്നോ? ആ, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ ചെന്നൈയിലാണ്. എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ അമ്മയും പറയും, നിങ്ങൾക്കും എൻ്റെ അച്ഛൻ്റെ അതേ ചായയാണെന്ന്. ഇവളുടെ അമ്മയെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന് പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ കെട്ടേണ്ടി വന്നാൽ കെട്ടും. എൻ്റെ മോനെ പുറത്തിറക്കണം. നല്ലൊരു ജീവിതം ജീവിക്കണം. കാർത്തിക ചോദിക്കുകയാണ്, എന്താ ആലോചിക്കുന്നേ? അല്ല മാഡം, എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മൾ പ്രായത്തിലായിരിക്കുമ്പോൾ മക്കൾ വലിയ സൗകര്യവും സന്ദർഭവും ഒക്കെ ആണെങ്കിൽ, നല്ലൊരു ജോലിയില്ലാത്ത ഭർത്താവാണെങ്കിൽ അവനെ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകും. അങ്ങനെയാണല്ലോ കാലം. എൻ്റെ ഭാര്യയും എന്നെ അങ്ങനെ ഉപേക്ഷിച്ചു. എൻ്റെ മക്കളുടെ കൂടെയാണിപ്പം. എല്ലാം വിധിയാണ് മാഡം. നമ്മൾ എത്രത്തോളം ആരെ സ്നേഹിച്ചാലും നമ്മൾക്ക് തലയിലെഴുത്തുണ്ടെങ്കിൽ തിരിച്ച് സ്നേഹം ഇങ്ങോട്ട് കിട്ടുള്ളൂ. വിധിയെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ മാഡം. പിന്നെ കാർത്തിക ആലോചിക്കുകയാണ് അവളുടെ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുലം മുടിയും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികളെ വേണ്ട എന്നൊക്കെ പറയുന്ന കാര്യമാണ് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് പ്രകാശം വിളിക്കുന്നത്. മാഡം, അച്ഛനെ ഓർക്കുമായിരിക്കും അല്ലേ? അതെ. അങ്ങനെ അവർ എത്തേണ്ടിടത്തെത്തി. എന്നിട്ട് പറയാണ്, അവിടെ വണ്ടി നിർത്തിയിട്ട് അവൾ ഇറങ്ങി ഓടിപ്പോവുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് പ്രകാശനും പോകുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ, മാഡം ഇതാ കീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, ഒന്ന് അകത്തോട്ട് വരാമോ? പ്രകാശൻ ഒന്ന് മടിച്ചു, എന്നിട്ടും അകത്തോട്ട് പോയി. ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശൻ ഇരുന്നു. ഇല്ല, എനിക്ക് തെറ്റിയിട്ടില്ല. ഓർക്കും തോറും എൻ്റെ അച്ഛൻ മുന്നിലിരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. എന്താ? ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ? അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, സ്വന്തം മകളെ കൊണ്ട് ഞാൻ അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല. പിന്നെയാ? വിളിച്ചോ, ജീവിക്കണ്ടേ എനിക്ക്? അയാൾ ആലോചിക്കുന്നത് കണ്ടിട്ട് അവൾ പറയാണ്, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ആഗ്രഹം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അച്ഛനെ ഞാനങ്ങനെ ഒരുപാട് നാൾ വിളിച്ചിട്ടില്ല. അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന്. ഏയ്, മാഡത്തിന് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ വിളിക്കാം. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഭാഗ്യം. എന്നാൽ പിന്നെ ഇനി എന്നെ മാഡം എന്ന് വിളിക്കണ്ട. പേര് വിളിക്കാം, മോളേന്ന് വിളിക്കാം, എടി പോടിയെന്നും വിളിക്കാം. ഒരു പ്രശ്നവുമില്ല. ഞാൻ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. എനിക്ക് 2 പെൺമക്കളാണ്. അവരെയും ഞാൻ മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. അവരെ ഞാൻ എൻ്റെ ഈ കൈവെള്ളയിലാണ് കൊണ്ടു നടന്നത്. മൂത്തത് 2 പെൺകുട്ടികളാണ്. അവർക്ക് ഞാൻ സ്നേഹം വാരിക്കോരി കൊടുത്തു.
അവർക്ക് ഞാൻ സ്നേഹം വാരി കോരിക്കൊടുത്തു. അവർ എനിക്ക് തന്നതോ അവരും സ്നേഹം തന്നു എനിക്ക്. പക്ഷേ സ്നേഹമല്ല, മുഖത്ത് വാരി എറിയുന്ന ചളി. കാർത്തിക മനസ്സിൽ ചിന്തിക്കാണ്, താൻ തിരിച്ചല്ലോടാ അത് ചെയ്തത്. അവൾ വിശ്വസിച്ചു എന്നാ തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഇവളെ സോപ്പിട്ട് എൻ്റെ മോനെ പുറത്തിറക്കണം. എന്താ അച്ഛാ ആലോചിക്കുന്നത്? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു മാഡം. രണ്ടാമത്തെ ആളെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് സംസാരശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അവളെ താഴെ വെച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്കവളെ. അറിയോ മേഡത്തിന്? മേഡമല്ല, ഓ സോറി, മോൾക്കറിയോ? അവളുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് മോളെ. ഞാൻ കുട്ടിക്കാലത്തെ അവളുടെ കഴുത്തിലൊരു മണി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. മണിയോ? ആ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഒരു കായലിൻ്റെ വരമ്പത്തായിരുന്നു. തൊട്ടടുത്ത് കായലാ. അപ്പോൾ ഇവളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോയിട്ട് കായലിലോ മറ്റോ വീണിട്ടുണ്ടെങ്കിലോ? അറിയണ്ടേ നമുക്ക്? എന്തെങ്കിലും ഈ മണിയുടെയൊക്കെ ശബ്ദം കേട്ട് ഞാൻ ഓടിപ്പിഴച്ചങ്ങ് ചെല്ലും. ഒരുപാട് പൊക്കി 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 അറിയുന്നത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു, എന്താ മോളുടെ പേര്? കല്യാണി. അതിന് മൂത്തത് കാദംബരി. അതിന് താഴെയല്ലേ ഒരു മോനുള്ളത്? അതെ, കാദംബരി കല്യാണി. അപ്പം മകൻ്റെ പേര് കാർത്തികേയൻ എന്നാണെന്നോ? അല്ല, അവന് രാജയോഗം. അങ്ങനെയുള്ളത് കൊണ്ട് അവന് ഞാനിട്ട പേരെന്താണെന്നറിയോ? വിക്രമാദിത്യൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അവനെ ഞങ്ങൾ വിക്രം എന്നാണ് വിളിക്കുന്നത്. അവനെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇപ്പം പറയുന്നില്ല. എന്നിട്ടാ സംസാരശേഷിയില്ലാത്ത മോളിപ്പോൾ എവിടെ? ഒന്നും പറയണ്ട. കിരൺ എന്ന് പറയുന്ന ഒരുത്തൻ, ഒരു പണക്കാരൻ, സ്നേഹിച്ച് അവളെ കെട്ടി. അവന് സ്വത്തൊന്നും വേണ്ട, ഇഷ്ടംപോലെ സ്വത്തൊക്കെയുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. അവളെ സ്നേഹിക്കുന്ന അവളുടെ അമ്മുമ്മയെയും ഉപേക്ഷിച്ച് അവൻ്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന്. പെൺകുട്ടികളല്ലേ, അവർക്കൊരു സ്ഥിതി കിട്ടിക്കഴിയുമ്പോൾ അച്ഛനെയും വേണ്ട അമ്മുമ്മയും വേണ്ട. ഞങ്ങൾ പിന്നെ പെട്ടു. പിന്നീട് ഞാനും എൻ്റെ അമ്മയും അവളുടെ വീട്ടിൽ കയറരുത് എന്നായിരുന്നു പറച്ചിൽ. അങ്ങനെ പ്രകാശൻ കുറേ കൂട്ടിച്ചേർത്ത് ആക്കിയൊക്കെ പറയുകയാണ്. അതായത് അവൻ്റെ മകളെ പറ്റിയോ മോനെ പറ്റിയോ ഒക്കെ തിരിച്ച് ഓരോരുത്തരെ പറ്റി പറയുകയാണ്. ഞങ്ങളവിടെ പോയി നിന്നേനെ മോളെ. പക്ഷേ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ പോയിട്ട് വേലക്കാരെ പോലെ നിൽക്കണമെന്ന്. വയസ്സായവരെ ഒന്നും അവർക്ക് വേണ്ടാത്രേ. എൻ്റെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞു ആ കല്യാണി. സഹിക്കാൻ കഴിയുമോ? മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വയസ്സാം കാലത്ത് അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് എനിക്ക് അവിടെ മനസ്സമാധാനത്തോടെ നിൽക്കാൻ കഴിയുമോ? മോൾ പറയ്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ നീ വേണമെങ്കിൽ അവിടെ പോയി നിന്നോടാ, ഞാൻ വല്ല അനാഥാലയത്തിലും പോയിക്കോളാം എന്ന്. പക്ഷേ ഈ കല്യാണി എന്ന് പറയുന്നവൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക, കിരണേട്ടൻ്റെ അമ്മായിയമ്മ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കിരണേട്ടൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഒക്കെ പോയി നിന്ന് അവിടെ അമ്മൂമ്മയും ഒക്കെ പോയി നിന്ന് ആ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു മോള് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പോയി നിൽക്കാൻ പറ്റുമോ മോൾ പറ? അല്ല, മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചെന്നല്ലേ പറഞ്ഞത്. സംസാരശേഷിയില്ലാത്തവൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അതല്ലേ വേറെ കഥ. ഈ സംസാരശേഷി വരുത്താനുള്ള ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വസ്തുവും വീടും ഒക്കെ വിറ്റു. എന്നിട്ട് അവൾക്ക് ശബ്ദം കിട്ടിയതിന് ശേഷം അവൾക്ക് എന്നെ വേണ്ട. അപ്പോഴാ മോള് വല്ലാത്ത സ്വഭാവക്കാരിയാണല്ലോ. പിന്നെ അവളുടെ മൂത്തതും കണക്ക് തന്നെയാണ്, കാദംബരി, അവളുടെ കെട്ടിയവന്. അതും കണക്ക് തന്നെയാണ്, ഒരു സ്വസ്ഥതയും എനിക്ക് തരില്ല. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമുള്ളത് ആരാന്നറിയോ? എൻ്റെ മോൻ. അവനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. അവനെപ്പറ്റി പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോകും. വേറെ ഏതെങ്കിലും അവസരത്തിൽ പറയാം. ഞാൻ പോയിക്കോട്ടെ. പ്രകാശൻ പോകാൻ വേണ്ടി എണീച്ചു. അപ്പോൾ പറയാണ് കാർത്തിക, ഒന്ന് നിന്നേ. അല്ല, ആ അമ്മ ഇപ്പോൾ എവിടെയുണ്ട്? അച്ഛൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മൂമ്മ. അത് പിന്നെ അല്ല, പറഞ്ഞോ. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടും വിടണ്ട. ആ അമ്മൂമ്മയെ ഇങ്ങോട്ട് കൊണ്ടുപോര്. ആ അമ്മൂമ്മയെ എൻ്റെ അമ്മൂമ്മയാക്കിയിട്ട് ഇവിടെ താമസിപ്പിക്കാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ആ അമ്മൂമ്മ ഇവിടെ വന്ന് താമസിക്കട്ടെ. അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഓമനിച്ചുണ്ടല്ലോ. അതുപോലെ അച്ഛനും അമ്മൂമ്മയ്ക്കൊപ്പം ഇവിടെ താമസിക്കാം. എനിക്കതൊരു അധികപ്പറ്റായിട്ട് തോന്നുന്നില്ല. അയ്യോ, അതൊന്നും വേണ്ട, പ്രകാശൻ പറയാണ്. ഒരു പ്രശ്നവുമില്ല. ആ അമ്മൂമ്മയോടും ഇവിടെ വരാൻ വേണ്ടി പറയും. ഞാനൊന്ന് അമ്മയായിട്ട് ആലോചിക്കട്ടെ. അപ്പോൾ അവൾ പറയാണ്, ആലോചിച്ചോ, പക്ഷേ ഇങ്ങോട്ട് വരില്ല എന്ന് മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല.
ശരി മോളെ. ആ, കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നെ ഇയാളുടെ പ്രതീക്ഷകളും ആശകളൊക്കെ ആകാശം മുട്ടെ വളരട്ടെ. എന്നിട്ട് പിടിച്ച് നിലത്തൊരടിയുണ്ട്. നാണമില്ലാത്തവൻ. അവൻ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുകയാണ്, അതായത് കാർത്തികയെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.